പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഫണ്ട് ചെലവഴിച്ചതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതിനെതിരെ UDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണം 7 വർഷം മുമ്പ് അനുവദിച്ച 1 കോടി രൂപയ്ക്കാണ് പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനവും നടത്തി. ഫണ്ട് നൽകുന്നതിലെ വീഴ്ച മൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും വൈകിയത്. ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് UDF ആരോപണം ശക്തമാക്കുന്നത്. 20 ലക്ഷം രൂപ മാത്രം മതിയാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 1 കോടി രൂപ ചെലവഴിച്ചതായി പറയുന്നതെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രൗണ്ടിന്റെ ലെവലിംഗ് പോലും കൃത്യമായി നടത്തിയിട്ടില്ല. മഴയത്ത് വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നതും UDF ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മാണത്തിലെ ക്രമക്കേടിനെക്കുറിച്ചും ഫണ്ട് ചെലവഴിച്ചതിനെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് UDFന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ മുടക്കി പല്ലാരിമംഗലം വെള്ളാരമറ്റുള്ള 1 ഏക്കറോളം വരുന്ന സ്ഥലത്തുള്ള സ്റ്റേഡിയം മനോഹരമാക്കി കായിക പ്രേമികൾക്കും കായിക സ്നേഹികളായിട്ടുള്ള ആളുകൾക്കും അത് ഉപകാരപ്രദമാക്കി എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾക്ക് തർക്കം. 1 കോടി രൂപ അവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ? ഈ പഞ്ചായത്തിൽ ഈ സ്റ്റേഡിയം വാങ്ങിയതിനു ശേഷം നടന്ന വിവിധ തലങ്ങളിലുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ബഹുമാന്യ TU കുരുവിള MLAയും ഫണ്ട് നൽകിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കെട്ടി സംരക്ഷിച്ച് നിരപ്പാക്കിയെടുത്തത്. അതിനുശേഷം ഈ 1 കോടി രൂപയ്ക്ക് എന്ത് പ്രവർത്തനമാണ് നടന്നത് എന്നത് ഇവിടെ നമുക്കറിയാം. അതിനെപ്പറ്റിയൊക്കെ പരിശോധിക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ പക്ഷം 4 ലോഡ് റെഡ് എർത്ത് ഇറക്കി വൈബ്രേഷൻ സൗകര്യമുള്ള ഒരു റോളർ ഉപയോഗിച്ച് അതൊന്ന് ലെവൽ ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഉദ്ഘാടന ദിവസം ഉണ്ടായിട്ടുള്ള ആ അധോഗതി, ആ ദുര്യോഗം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന വസ്തുത നമുക്കറിയാം. ആ കോർട്ട് ലെവൽ ചെയ്ത് അതിന്റെ എർത്ത് ലെവൽ നോക്കി കൃത്യമായി ലെവൽ ചെയ്ത് അത് നിർമ്മിക്കുമായിരുന്നുവെങ്കിൽ ആ ഒരു ചീത്തപ്പേരെങ്കിലും ഒഴിവാകുമായിരുന്നു എന്ന വസ്തുതയാണ്. ബോബൻ ജേക്കബ്, KM ഇബ്രാഹിം, TM അമീൻ, KM മുഹമ്മദ്, PM സിദ്ദിഖ്, അഡ്വക്കേറ്റ് MM അൻസാർ, അൻസാരി കുന്നേക്കുടി, നിസാർ കുന്നേക്കുടി, KE കാസിം, KM മൈദീൻ, അലി ആൾട്ടി, KK അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, പല്ലാരിമംഗലം.